റിയാദിൽ നിന്ന് ഉപ്പുപാടം കാണാൻ വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങള് ഉപ്പുപാടത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഉപ്പുപാടത്ത് എത്തിയപ്പോ ദാ ഇവിടെ ഇങ്ങനെ ഈ ചാക്കിൽ നിറച്ച് അത് നമ്മള് പകാലിന്നൊക്കെ ആയിട്ട് വാങ്ങുന്ന കല്ലുപ്പ് വാങ്ങാറില്ല, അത് ഇതുപോലുള്ള കീസിലാണല്ലോ നമ്മൾ വാങ്ങാറുള്ളത്. പിന്നെ കല്ലുപ്പ് ഇവിടെ കീസാക്കി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ കീസിലിട്ടിട്ട് ഇതുപോലുള്ള ഈ ചണനൂല് കൊണ്ട് ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂടി കിടക്കുന്നത് ഉപ്പാണ് കേട്ടോ, നല്ല ക്ലിയർ ഉപ്പാണ് കണ്ട. ഇത് പക്ഷേ എഡിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഫാക്ടറി കൊണ്ടുപോയിട്ട് അയഡിനൊക്കെ ചേർത്ത് നല്ല ഉപ്പായിട്ട് വരുമായിരിക്കും. ഉപ്പ് കുക്ക് ചെയ്യാൻ മാത്രമല്ലല്ലോ, മറ്റു പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ഉപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ മരുഭൂമിയിൽ കുഴികൾ കുഴിച്ചിട്ട്, ഇതില് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഈ വെള്ളം ഇത് ഉപ്പ് വെള്ളമാണ്. ഇത് ആ സൈഡിലൂടെ കാണുന്ന പൈപ്പ് കണ്ടോ, അതിലൂടെ മരുഭൂമിയിലേക്ക് നമുക്ക് അവിടെ പോയി കാണാം. വെള്ളം പമ്പ് ചെയ്തിട്ട് മരുഭൂമിയിൽ ഇങ്ങനെ ഓരോ കളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ആ പമ്പ് ചെയ്തിട്ട് ഉണങ്ങുമ്പോഴാണ് ഇത് ഉപ്പായിട്ട് മാറുന്നത്. ഈ സമയത്തെ പറ്റുള്ളൂ. ഈ ക്ലൈമറ്റില് റിയാദില് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഉപ്പുപാടം. അതാ അവിടെ ഒരു പൈപ്പ് വന്ന് നടക്കുന്നുണ്ട്. ആ പൈപ്പ് കണ്ടോ, അതിലൂടെ വെള്ളത്തേക്ക് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങോട്ടൊക്കെ നോക്കൂ, അത്ര അകലത്തിലൊക്കെ വെളുത്ത കുന്നുകള് ഒരുപാട് ഉപ്പ് കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ഈ സംഗതി ഉണ്ട്, പക്ഷെ അവിടേക്കുള്ള പിന്നെ എൻട്രി ഗേറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാതിരുന്നത്. പിന്നെ ഇവിടെ സ്റ്റാഫിനെ ഒന്നും കാണാനല്ല. സ്ഥലത്തിന്റെ പേര് ഒരു വലിയ കുളമാണ് ഈ കാണുന്നത്. ഈ കുളത്തിൽ കണ്ടോ, അതിന്റെ സൈഡിൽ നിന്ന് കുറവ് വരുന്നവിടെ പൂക്കള് വെച്ച പോലെ ആ സൈഡിലൊക്കെ വലിയ ഉപ്പിന്റെ നല്ല കനത്തിലുള്ള പാളികൾ ഇവിടെ കാണാൻ കണ്ട്. നല്ല ആഴമുണ്ട്. ഇവിടേക്ക് വരുമ്പോ അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ നമ്മൾ കാണുന്നത് അത്രയും വിജനമായിട്ടുള്ള മരുഭൂമിയുടെ എല്ലാ വന്യതയും പേറുന്ന മരുഭൂമികളാണ്. ആ മരുഭൂമിന്റെ നടുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് കാണണം തീരുമാനിച്ചത്. ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ഞങ്ങൾ മാറ്റിവെച്ചത്. പിന്നെ ഈ പ്രവാസ ലോകത്ത് രസമല്ലത്. ഈ ആ സൈഡിൽ കണ്ടങ്ങള് അവിടെ ഇങ്ങനെ പൂക്കള് പറ്റിച്ച് വെച്ചാൽ നല്ല വെള്ള പൂക്കൾ വിരിഞ്ഞിക്കണ പോലെയാണ് ആ ഉപ്പ് ആ ചുമരിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്കുള്ള ഉറവ വരുന്നതാണ്. കണ്ടോ, മണ്ണിന്റെ ഒരു ലെയറിന്റെ താഴെ നിന്നാണ് ഉറവ രൂപപ്പെടുന്നത്. ആ ഭാഗം നല്ല മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയറിയാം, നല്ല കനത്തിലാണ് ഇതിന്റെ ഈ വെള്ളത്തിൽ ഉപ്പുപാടികൾ നിൽക്കുന്നത്. ഇപ്പൊ വെള്ളം ഇല്ലാത്ത ഏരിയകളിൽ പോലും ഉപ്പ് കണ്ടോ, അവിടെ ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ, മണ്ണിൽ എന്തോ ഒരു വെള്ളപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ആ ഉപ്പ് ഇങ്ങനെ രൂപപ്പെട്ട് കിടക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള, അതായത് നമുക്കൊരു അത്ഭുതം തോന്നുന്ന കാഴ്ചയാണ്. ഒപ്പം തന്നെ മനോഹരമാണ് അത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല പൊക്കിയെടുക്കാം. നല്ല കനത്തിലുള്ള ഉപ്പുവാളികളാണ് ഈ വെള്ളത്തിൽ കാണുന്നത്. പക്ഷെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം. അതിന്റെ ഒക്കെ അടുത്ത് വരുമ്പോ എന്താന്ന് വെച്ചാല് ഒരു സെക്യൂരിറ്റി നമുക്ക് തോന്നും നല്ല ഉറപ്പുണ്ട്, ഒരു പക്ഷെ ഇടിഞ്ഞു പോകുന്ന ഒരു തരം. അതെ, അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഏതായാലും നല്ല നല്ല നിങ്ങൾക്ക് റിയാദിൽ നിന്ന് ഒരു ദിവസം എത്തി ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് വർത്താണ്. കാരണം ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥയിൽ ചൂട് കാലത്ത് വരരുത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കട്ടായിരിക്കും ചൂട് കാലത്ത് വരുന്നത്. ഈ തണുപ്പിൽ തന്നെ നല്ല വെയിൽ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇതുവരെ വണ്ടിയിൽ എ സി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എ സി ഒക്കെ ഓൺ ചെയ്യേണ്ടി വന്നു, കാരണം അത്ര ചൂടുണ്ടായിരുന്നു ഇവിടെ എത്തി കഴിഞ്ഞാൽ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തണുപ്പായിരിക്കും കേട്ടോ. ഏതായാലും ഈ പ്രദേശത്ത് ഉപ്പുവെള്ളം ഉണ്ട് ഭൂമിന്റെ അടിയിൽ, വല്ലാതെ താഴ്ചയിലല്ലാതെ. കുഴൽ കിണറിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇത് ഇത്ര ആഴ്ചയിൽ തന്നെ കണ്ടില്ലേ, ആ വെള്ളം ഉറവിട്ട് തുടങ്ങുന്ന സ്ഥലത്തിന്റെ അടയാളമാണ് കാണുന്നത്. ഒലിച്ചിറങ്ങുന്ന സ്ഥലത്തിൽ ഉപ്പ് കെട്ടിയിട്ടുണ്ട്. ഒരു ലെയറിന് താഴേക്ക്. അതെ, അത് നല്ല രസമാണ്. അങ്ങനെ ആ ചുമരിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന കാണാൻ ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇവിടെ ഒന്നും വെള്ളമില്ല ഒരു ചില ഭാഗങ്ങളൊന്നും. അവിടെ വരെ ഇതിങ്ങനെ ഇതായിട്ട് നിൽക്കണം. ഇതൊക്കെ കറക്റ്റ് ഉപ്പുപാടുകൾ പൊക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് അവർ ഇറ്റാച്ച് വെച്ചിട്ട് അത് പൊക്കുന്നുണ്ട്. അതാണ് സംഭവം. കറക്റ്റ് മുറിച്ചെടുക്കാം. നല്ല ക്ലിയർ ഉപ്പാണത്. ഒരു തരിമ്പ് ചളിയില്ലാതെ അല്ലേ. നല്ല വെളുത്ത തൂവെള്ള കളറാണൊക്കെ. ആ വെള്ളത്തിലെ ലവണാംശമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ നമ്മുടെ അവിടെ പായലും പൂപ്പലൊക്കെ കിട്ടുക എന്നല്ലാതെ ഉപ്പ് കിട്ടില്ല. പക്ഷെ ആ വെള്ളത്തിന്റെ ലവണാംശമാണ്